അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അടുക്കളയില്. ഇനി ഒന്നുമില്ല ചെയ്യാൻ കേട്ടോ. അച്ഛൻ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? ഞാൻ ചെയ്യത്തില്ലയോ? നാട്ടുകാരെല്ലാം എന്നെ കളിയാക്കുക. വീട്ടിലെ ജോലി ഒന്നും ചെയ്തില്ല, അച്ഛനെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കുന്നു. നീ ഇതെല്ലാം ഞാൻ ചെയ്തോളാം. അതൊന്നും മോള് കാര്യാക്കണ്ട കേട്ടോ. അച്ഛാ, എനിക്കൊരു 1500 രൂപ വേണം. എന്തിനാ ഇപ്പൊ 1500 രൂപ? എന്റെ കയ്യിലൊന്നും ഇല്ല. പിന്നെ ഞാൻ നോക്കട്ടെ. ഒന്നാമത് ജോലിയൊക്കെ കുറവാ. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ എങ്ങനെ ഒപ്പിക്കും നോക്കട്ടെ. അച്ഛാ, എനിക്കൊരു ഉടുപ്പെടുക്കാനാ. അപ്പൂപ്പനും അമ്മൂമ്മയും ടൂർ പോകാൻ വിളിച്ച് അവരെ കൂടെ നിൽക്കാൻ. ഞാനെങ്ങനെ പോകും? ആളുടെ സഹതാപമൊക്കെ കാണണ്ടേ? എനിക്ക് വയ്യ അതൊന്നും കാണാൻ. അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും കൂടെ ഞാൻ പോവാം. പക്ഷെ എനിക്കൊരു ഉടുപ്പ് മേടിച്ചാണ്. എവിടെങ്കിലും പോകുന്ന കാര്യം പറയുമ്പോൾ അന്നേരം ഉടുപ്പ് വേണം. ഞാൻ എവിടുന്നിട്ട് മേടിക്കാനാ? എൻ്റെ കയ്യിൽ എവിടുന്ന കാശ്? എന്തായാലും അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയും കൂടെ പോവുകയും ചെയ്യാം. മേടിച്ചു തരാം. കഥവായ ഇന്ന് ഞാൻ പോട്ടെ, ഉടുപ്പ് മേടിച്ചു തരുമല്ല അല്ലയോ? മുതലാളിയുടെ 5000 രൂപ കൂടെ കടം മേടിക്കുക. അല്ല ഇപ്പം ചെയ്യാൻ